ഇന്നലെ രാത്രി നല്ല അടിപൊളി മഴയും ഇടിയും മിന്നലുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ കാറ്റടിച്ചാൽ കറണ്ട് അങ്ങ് പൊക്കോളും. എൻ്റെ ഫോണിനകത്താണെങ്കിൽ ചാർജും ഇല്ല. അന്നേരം പകുതി വീട് ഞാൻ രാവിലെ എഴുതുന്നത്. ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെയും കറണ്ടില്ല. അന്നേരം എനിക്കൊരു ആശ്വാസം കിട്ടി. പിന്നെ ഞാൻ കുളിച്ച് രാവിലെ ചായയൊക്കെ കുടിച്ച് മുറ്റത്തോട്ട് ഇറങ്ങി. നാശനഷ്ടം വല്ലതും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. നോക്കിയപ്പോൾ ഞങ്ങൾ അടയ്ക്കയില്ലാത്ത അടയ്ക്കാമരം മാമിയുടെ വീടിൻ്റെ പ്ലാവിലോട്ട് കിടക്കുന്നു. അതൊന്നാമതേ പൊത്തിരുന്നയായിരുന്നു. അതുകൊണ്ട് പിന്നെ അതങ്ങ് പോയി കിട്ടി. പിന്നെ 2 വാഴയും പോയി. വാഴയുടെ ഇല പിന്നെ അച്ഛൻ വെട്ടി അയ്യത്തോട്ടിട്ട്. പിന്നെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന പ്ലാവ് ഞങ്ങളുടെ, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പ്ലാവ് മാമിയുടെയാണ്. അതിനകത്തുനിന്ന് രണ്ടിനകത്തുനിന്നും ഓരോ ചക്കകളുണ്ട്. ഞങ്ങൾ അയ്യത്തോട്ട് വന്ന് കിടന്നു. പിന്നെ ആ ചക്ക ഒരെണ്ണം ഞങ്ങളെടുത്ത് മറ്റേതൊരെണ്ണം മാമിക്കും കൊടുത്ത്. പിന്നെ ഫുള്ള് ചക്കയായിരുന്നു അയ്യത്ത്. പിന്നെ മാമിയുടെ ആ മഹാഗണിയാണെങ്കിൽ ഞങ്ങളുടെ വാഴയിലോട്ട് വന്ന് കിടന്നു. പിന്നെ ഞങ്ങൾ ചന്തയിൽ പോയപ്പം അവിടുന്ന് കപ്പക്കിഴങ്ങ് വാങ്ങിച്ചായിരുന്നു. അതിനകത്തുനിന്ന് ഒരെണ്ണം അമ്മ എടുത്ത് വെറുതെ മണ്ണിനകത്ത് മാന്തി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ മുറ്റം നിറച്ച് അത് പടർന്ന് കപ്പക്കിഴങ്ങ് കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ മുറ്റത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ മഴ പെയ്ത് കഴിഞ്ഞ് നമ്മൾ മുറ്റത്ത് നോക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണല്ലേ. ആ പൂവും എല്ലാം കൂടി ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാൻ നൈസായിരുന്നു. അച്ഛൻ പിന്നെ അത് സൈഡൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ച്. ഇത് പാലപ്പൂവാണ്, അതിനകത്ത് ഫുള്ള് വെട്ടിയിട്ട് പിടിച്ച് വെച്ച്. പിന്നെ ചപ്പാത്തി കഴിച്ച് ഞാൻ പാലൊക്കെ കുടിച്ച്. പിന്നെ ഫുള്ള് ചക്കയാണ്. മാമിയുടെ വീട്ടിൽ ചക്ക, ഞങ്ങളുടെ വീട്ടിൽ ചക്ക, മാമൻ്റെ വീട്ടിൽ ചക്ക, ഫുള്ള് ചക്കമയമായിരുന്നു. അങ്ങനെ പിന്നെ ചക്ക കൂട്ടാൻ വെച്ച് ചക്കയും മീൻകറിയും എല്ലാം റെഡിയാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചക്കയുടെ ഭംഗി നോക്കാൻ വേണ്ടി പിന്നെയും പുറത്തോട്ടിറങ്ങി. ചക്കയൊക്കെ റെഡിയായി. പിന്നെ പുളിശ്ശേരിയും ചക്കയും മീൻകറിയും മാങ്ങയും അച്ചാറും കൂടെ കൂട്ടി കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ.